ലബ്ബർ പന്ത്, റൈറ്റർ ഡയറക്ടർ തമിഴ് അരസൻ പച്ചമുത്ത്. സോ പുള്ളി വന്നിട്ട് നെഞ്ചുക്ക് നീതി എന്നൊക്കെ പറയുന്ന സിനിമേൻ്റെ അത് റൈറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. സ്റ്റാറിങ് അട്ടകത്തി ദിനേശ്, നമ്മുടെ അട്ടകത്തിയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള പാരഞ്ജിത്തിൻ്റെ, അതിനുശേഷം കുറച്ചധികം സിനിമകളിലൊക്കെ ചെയ്തിട്ടുള്ള പുള്ളിയാണ്. സോ ഒരു ഞാൻ പറഞ്ഞത് 2010 മുതൽ 2014 കാലഘട്ടത്തിനകത്ത് തമിഴിൽ ഭയങ്കര സെൻസിബിൾ ആയിട്ടുള്ള സിനിമകൾ ചെയ്തിരുന്ന ഒരു ആക്ടറാണ് ആക്ച്വലി അട്ടകത്തി ദിനേശ്. പുള്ളിയുടെ കൂടെ ഹരീഷ് കല്യാൺ, അതുപോലെ തന്നെ കാളി വെങ്കട്ട്, അതുപോലെ തന്നെ സഞ്ജന, ശ്വാസിക, ഇവരൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള മെയിൻ ക്യാരക്ടേഴ്സ് പറയുന്നത്. പിന്നെ ദേവദർശിനി ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. സോ സിനിമയിലേക്ക് വരുന്ന സമയത്തേക്ക് ലബ്ബർ പന്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ റബ്ബർ പന്ത് ബേസിസ് ആ ഒരു സ്ട്രീറ്റ് ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ വന്നിട്ടുള്ള സിനിമയാണ്. തമിഴ്നാട്ടിൽ ഒത്തിരി റൂട്ടഡ് ആയിട്ടുള്ള ക്രിക്കറ്റ് സ്റ്റോറീസ് എപ്പോഴും വരാറുണ്ട്. നമ്മുടെ ഖന ഒക്കെ കണ്ടില്ലേ, അതുപോലെ തന്നെയുള്ള ഒരു ഇമോഷണലി ഡ്രിവൺ ആയിട്ടുള്ള ഒരു സ്പോർട്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ, ഒരു കോൺഫ്ലിക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ ഇതിൻ്റെ ഒരു ജോണർ എന്ന് പറയുന്നത് ബേസിക്കലി കോൺഫ്ലിക്റ്റ് തന്നെയാണ് ജോണർ, പക്ഷേങ്കിൽ അതിൻ്റെ അകത്തൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇമോഷൻ വെച്ചിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി ലബ്ബർ പന്ത്. കുറച്ച് ദിവസമായി ഈ സിനിമ കാണണം എന്ന് വിചാരിക്കുന്നു, ഇന്നലെയാണ് പോയി കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. സോ ആദ്യത്തെ ഇതിൻ്റെ ഫസ്റ്റ് ടേക്ക് തന്നെ പറയുന്നത് വെച്ചാൽ ഒട്ടും എന്താ പറയുക നമുക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടി വരാത്ത ഒരു സിനിമ എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി ലബ്ബർ പന്ത് എനിക്ക് തന്നിട്ടുള്ളത്. ഹരീഷ് കല്യാൺ പ്രത്യേകിച്ച് പുള്ളിയുടെ ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ടുള്ള സ്ക്രിപ്റ്റ് സെലക്ഷനൊക്കെ നോക്കി, ഇപ്പോൾ പാർക്കിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കോൺഫ്ലിക്റ്റ് ബേസ് ചെയ്തിട്ടാണ്, ലൈക്ക് കോൺഫ്ലിക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ മാത്രം ചെയ്യുന്നതല്ല, അറ്റ് ദ സെയിം ടൈം സ്ക്രിപ്റ്റ് സെലക്ഷൻ വളരെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് തന്നെയാണ് ആക്ച്വലി ലബ്ബർ പന്തിലേക്ക് വരുന്ന സമയത്തും വന്നിട്ടുള്ളത്. തമിഴ് അരസൻ ഇതിൻ്റെ ഡയറക്ടർ പറയില്ല, നമ്മളെപ്പോഴും ഒരു സ്പോർട്സ് സിനിമ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഒരു സ്പോർട്സ് അല്ലാതെ അതിൻ്റെ ബാക്കിൽ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി അതൊരു ഒരു കാസ്റ്റ് ബേസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഇമോഷൻ ബേസ്ഡ് ആയിരിക്കും. അതും കൂടി കണക്ട് ആകുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഡ്രാമ നമുക്ക് കണക്ട് ആവത്തുള്ളൂ. സോ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുള്ള ക്രിക്കറ്റ് സീൻസും അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്തുള്ള ഇമോഷണലും ഡ്രാമ സീൻസും വന്നിട്ട് ഭയങ്കര സൂപ്പറായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതിന് മെയിനായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ അട്ടകത്തി ദിനേശും ശ്വാസികയും തമ്മിലുള്ള പെയറും, അതുപോലെ ഹരീഷ് കല്യാണും സഞ്ജനയും തമ്മിലുള്ള പെയറുമാണ്. ഒരു ഗംഭീരമായിട്ടുള്ളൊരു പെയറിങ്, ഗംഭീരമായിട്ടുള്ളൊരു കാസ്റ്റായിട്ട് ഈ 4 പേര് തോന്നി. ഈ 4 പേരെയാണ് ഈ സിനിമയുടെ ടോട്ടൽ ക്രക്സ് എന്ന് പറയുന്നതും. അട്ടകത്തി ദിനേശ് വന്നിട്ട് ഒരു മാസ് അപ്പീൽ, നമുക്ക് കുറച്ച് കാലത്തിന് ശേഷം പുള്ളിനെ കണ്ടപ്പോൾ പുള്ളിയുടെ കുറച്ച് സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്തുള്ള ഒരു എൻട്രിയാണ് പുള്ളി മോസ്റ്റ്ലി ആ സിനിമേൻ്റെ വരുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് അട്ടകത്തി ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അതിനുശേഷം വന്നിട്ടുള്ള കുറച്ച് സിനിമകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിനെ കുറേ കാലത്തിന് ശേഷം വന്നിട്ട് അതൊരു മാസ് അപ്പീലിലേക്ക് പുള്ളിനെ കൊണ്ടുവന്നപ്പോൾ അത് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് മൂവ്മെൻ്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അതിന് ഭയങ്കര തിയേറ്ററിലേക്ക് ക്ലാപ്സും ഉണ്ടായി. ഹരീഷ് കല്യാണിലേക്ക് വരുന്ന സമയത്തേക്ക് ഒരു നെക്സ്റ്റ് ഡോർ ഇമേജ് ഓൾറെഡി വന്നിട്ടുള്ളതാണ്. ഞാൻ പറയുകയാണെങ്കിൽ ബിഗ് ബോസ് കൊണ്ട് ആകെ രക്ഷപ്പെട്ട ഒരാളെന്ന് പറയുന്നത് ചില സമയത്ത് ഹരീഷ് കല്യാണായിരിക്കും ആക്ച്വലി. സോ അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും നിൽക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ക്യാരക്ടറൈസേഷൻ ഉണ്ട്, എക്സ്ട്രീമുള്ള ക്യാരക്ടർ, ഇവരുടെ ഇടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും അതിനുശേഷം സംഭവിക്കുന്ന കുറച്ച് ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ ഈ ക്രിക്കറ്റ് ഇമോഷനായിട്ട് കാണുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർ ആക്ച്വലി തമിഴ്നാട്ടിലുണ്ട്. എനിക്കറിയുന്ന എൻ്റെ ചുറ്റുമുള്ള കുറേ ആൾക്കാർ തന്നെ അങ്ങനെയുണ്ട്. അപ്പോൾ ഒരു റൂറൽ സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഇതുപോലത്തെ ഒരുപാട് സ്റ്റോറീസാണ്. അങ്ങനെ വെച്ചിട്ട് നോക്കുന്ന സമയത്ത് ഏറ്റവും ഗംഭീരമായിട്ട് വന്നിട്ടുള്ള സ്റ്റോറിയാണ് ആക്ച്വലി കന എന്ന് പറയുന്നത്. അതിനുശേഷം ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടുള്ള ഒരു സിനിമ അനുഭവമാണ് ആക്ച്വലി ലബ്ബർ പന്ത് എനിക്ക് കിട്ടിയത്. ഇത് ഒരു സീരിയസ് ആയിട്ടുള്ള സിനിമ, ഒരു സീരിയസ് കോൺഫ്ലിക്റ്റ് ഒന്നും ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ മോസ്റ്റ്ലി ഒരു ഇമോഷണലി ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്കൊരു ഒരു ചെറിയ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ഒരു സ്മൈൽ നമുക്ക് വരുന്ന ഒരു സിനിമയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ബാലശരവണൻ, നമ്മൾ ഗോതയിലൊക്കെയുള്ള പുള്ളി ഓഫ് ഡയലോഗ് ഡെലിവറി എന്നിട്ട് എപ്പോഴും ഭയങ്കര രസമുള്ള ഒരു ഡയലോഗ്. അപ്പോൾ ഹരീഷ് കല്യാണും ഈ ബാലശരവണൻ തമ്മിലുള്ള ആ ഒരു സിങ്കും സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരുപാട് കോമഡി വളരെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ക്രിക്കറ്റിലേക്ക് വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ നോർമൽ ക്രിക്കറ്റ് അല്ലാതെ നമ്മൾ ചെന്നൈ 28 ഒക്കെ പോലെ വന്നിട്ടൊരു എന്താ പറയുക, നമ്മുടെ ഒരു സ്ട്രീറ്റ് ലെവൽ ക്രിക്കറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഇതിൻ്റെ അകത്ത് ബേസിക്കലി പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വരുവാണെങ്കിൽ വെച്ചാൽ ഇതിൻ്റെ മ്യൂസിക് സീൻ റോഡിനാണ് ചെയ്തിട്ടുള്ളത്. വളരെ നല്ല 2 പാട്ടുകൾ ഇതിനകത്തുണ്ട്. ഞാൻ ഇതിൻ്റെ ട്രെയിലർ പോലും കാണാതെയാണ് ഈ സിനിമയ്ക്ക് പോയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് പാട്ടുകളൊക്കെ എല്ലാം ഭയങ്കര ഫ്രഷ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ദിനേശ് പുരുഷോത്തമനാണ്, എഡിറ്റിംഗ് മദനാണ് ചെയ്തത്. സോ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം തന്നെ ആ ഒരു സിനിമയുടെ മൂഡും അതുപോലെ തന്നെ ആ ഒരു സിനിമയുടെ ഒരു ക്രക്സ് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി ലബ്ബർ പന്ത് എന്ന് പറയുന്നത്. എടുത്തു പറയേണ്ടത് വേറൊരു പെർഫോമൻസ് എന്നത് ശ്വാസികയാണ്. ശ്വാസിക എപ്പോഴും നമ്മുടെ മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് പുള്ളിക്കാർക്ക് ഒരു കാലിബർ കൊണ്ടുവരാനുള്ള ഒരു ക്യാരക്ടർ കിട്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിനകത്ത് ഭയങ്കര കമാൻഡിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ശ്വാസിക ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരു ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്തു. കാരണം ആ സിനിമയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ആക്ച്വലി ശ്വാസിക ഇതിനകത്ത്
അതൊരു എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര കണക്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും കൂടിയാണ്. അത് ഗംഭീരമായിട്ട് പുള്ളിക്കാരി ഇത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സഞ്ജനയുടെ ചില നമ്മൾ പറയില്ല ആ ഒരു തമിഴ്നാട്ടിലേക്കുള്ള ഒരു വില്ലേജ് സൈഡിൽ പെണ്ണുങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു കമാൻഡിങ് പവറുണ്ട്. അത് ഇവർ രണ്ടുപേർക്കും ഭയങ്കര ഗംഭീരമായിട്ട് വർക്കൗട്ട് ആയിട്ടുള്ള പോലെ തോന്നി. അത് ഭയങ്കര റൂട്ടഡ് ആയിട്ട് ചെയ്യാനും വന്നിട്ട് ആക്ച്വലി ഡയറക്ടറിന് പറ്റിയിട്ടുണ്ട്. ആണുങ്ങളായിട്ടുള്ള ആൾക്കാർ കുറച്ചും കൂടി അടക്കി വാസിച്ചിട്ടുള്ള ഒരു പരിപാടി അവിടെ തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ അതും വളരെ ഗംഭീരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ആകെ മൊത്തത്തിൽ എന്ന് വെച്ചാൽ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നൊരു സിനിമയിലേക്ക് വന്ന് നമ്മളെ ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ട് കൊണ്ടുപോയി ഇന്റർവെല്ലിലേക്ക് നിർത്തുകയും പിന്നെ ഒരുപാട് ഇമോഷൻസും അതുപോലെ തന്നെ വന്നിട്ട് ക്രിക്കറ്റും ഒക്കെ കൂടി ആയിട്ട് ഒരു പ്രോപ്പർ ഒരു എന്റർടൈനർ ആയിട്ട് മാറുന്ന ഒരു സിനിമയാണ് ആക്ച്വലി ലബ്ബർ പന്ത് എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത്, അതായത് വർഷത്തിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് വാഴை അതുപോലെ തന്നെ ഈ ലബ്ബർ പന്തും അതുപോലെ തന്നെ മെയ്യഴകൻ നല്ലതാണെന്ന് കേൾക്കുന്നു. സോ കൊമേഴ്ഷ്യലി അല്ലാതെ തമിഴ് ഇൻഡസ്ട്രിയും കുറച്ചും കൂടി റൂട്ടഡ് ആയിട്ടുള്ള സിനിമകൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതായിട്ട് ഇപ്പോൾ ഈ അടുത്ത് കാണുന്നുണ്ട്. സോ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് റൂട്ടഡ് അറ്റ് ദ സെയിം ടൈം കൊമേഴ്ഷ്യലി ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി ലബ്ബർ പന്ത് എന്നാണ് തോന്നിയിട്ടുള്ളത്. സോ ഡു വാച്ച് ലബ്ബർ പന്ത് ഇൻ തിയേറ്റർ.